എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടലക്കറിയാണ്. കടലക്കറി വെക്കാനായിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. തക്കാളി ഗ്രേറ്റ് ചെയ്തത്, ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം ഒന്ന് ചതച്ചെടുക്കാം. ചട്ടി ചൂടായി. നമ്മൾ കടുകെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കടുകെണ്ണ ചൂടായപ്പോൾ കടുക്, പട്ട, 2 ബേ ലീഫ് കടുക് ഇട്ട് പൊട്ടിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ചുവന്നുള്ളി ഇടാം. ചുവന്നുള്ളി വഴറ്റാം. ചുവന്നുള്ളിയുടെ കളറൊക്കെ മാറി കറിക്കൊരു കളർ കിട്ടാൻ അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി ഇച്ചിരി ഇട്ട് കൊടുത്തു. ഉള്ളി വഴന്ന് വന്നപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുത്തു. ഇനി നമുക്ക് തക്കാളി ഒഴിച്ചു കൊടുക്കാം. തക്കാളിയുടെ തൊലി കളയാനാണ് ഇങ്ങനെ എടുത്തത്. തക്കാളിയുടെ വെള്ളമൊക്കെ ഇറങ്ങി വരെ നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. കടലയ്ക്കകത്ത് ഉപ്പിട്ട് വേവിച്ചത്, അതുകൊണ്ട് ഉപ്പ് ഇച്ചിരി ഇടാവും. നമുക്കൊന്ന് അടച്ചു വെക്കാം. എണ്ണ തെളിഞ്ഞ് വരട്ടെ. ഇതിൻ്റെ തക്കാളി ഒന്ന് സോഫ്റ്റായി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇടാം. 3.5 ടീസ്പൂണ് മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയുമാണ് ഇട്ടത്. മസാല ഒന്ന് കുറുകി വരാൻ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. നമുക്കിത് വീണ്ടും പറ്റിച്ചെടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച കടല, ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച കടലയാണ്. കടല 8 മണിക്കൂർ കുതിർത്തതിന് ശേഷമാണ് വേവിച്ചത്. ഇനി അരപ്പ് പിടിക്കാനായിട്ട് നമുക്കെല്ലാം ഒന്ന് ഇളക്കാം. ഇളക്കിയിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. ഇച്ചിരി കരിയാപ്പല ഇട്ട് കൊടുക്കാമേ. മസാലയൊന്ന് പിടിക്കട്ടെ. അതിനായിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. വീണ്ടും ഒന്ന് അടച്ചു വെക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടുകും ചുവന്നുള്ളിയും കൂടെ പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം മേളിലോട്ട്. 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് വിളമ്പി എടുക്കാമേ. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.